രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്? മിതാലി രാജ്. ഉത്തരാഖണ്ഡ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്? പുഷ്കർ സിംഗ് ധാമി. ആമസോണിന്റെ പുതിയ സിഇഒ ആയി ചുമതലയേറ്റത്? ആൻഡ്രൂ ജാസി. UAE തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിൻ? ഹയാത്ത് വാക്സിൻ. വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യ ഡി അഡിക്ഷൻ സെന്റർ നിലവിൽ വന്നത്? കറുകുറ്റി, എറണാകുളം ഡിസ്ട്രിക്ട്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിന് അർഹയായത്? ഷെഫാലി വർമ്മ. കേരളത്തിലെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിൻ? മാതൃകവചം. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി 2021 ജൂലൈയിൽ ചുമതലയേറ്റത്? സഞ്ജയ് കൗൾ. കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാനായി പുതിയതായി നിയമിതനായത്? ജസ്റ്റിസ് എബ്രഹാം മാത്യു. T20 ക്രിക്കറ്റിൽ മാത്രം 14,000 റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്? ക്രിസ് ഗെയിൽ. 63ാമത് ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിച്ചത്? 2021 ജൂലൈ 10. 2021 ജൂലൈയിൽ നടന്ന യുവേഫ യൂറോ 2020 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത്? ഇറ്റലി. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് നടത്താൻ 2021 ജൂലൈയിൽ കരാർ ലഭിച്ച ഇൻഷുറൻസ് കമ്പനി? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി 2021 ജൂലൈയിൽ അധികാരമേറ്റത്? ഷേർ ബഹദൂർ ദുബെ. 2021 ജൂലൈയിൽ US ജനപ്രതിനിധി സഭ വോട്ടെടുപ്പിലൂടെ ഏത് നഗരത്തെയാണ് USന്റെ 51ാമത്തെ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്? വാഷിംഗ്ടൺ DC. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ മേൽപ്പാലമായ ചിനാബ് ബ്രിഡ്ജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്? ജമ്മു കാശ്മീരിൽ. 2021 ജൂലൈയിൽ നടന്ന യുവേഫ യൂറോ 2020 ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച താരമായി തിരഞ്ഞെടുത്തത്? ജിയാൻ ലൂജി ഡൊന്നരുമ്മ. 2021 മാർച്ചിലെ SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയ ശതമാനം എത്രയാണ്? 99.47%. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി 2021 ജൂലൈയിൽ ചുമതലയേറ്റത്?
PI ശ്രീവിദ്യ. കയർ ബോർഡ് ചെയർമാനായി 2021 ജൂലൈയിൽ നിയമിതനായത്? D. കുപ്പുരാമു. കേന്ദ്ര IT മിനിസ്റ്റർ ആരാണ്? അശ്വിനി വൈഷ്ണവ്. 2021 ടോക്കിയോയിൽ വച്ച് നടക്കുന്ന പാരാലിമ്പിക്സിൽ യോഗ്യത നേടിയ മലയാളിയായ ഷൂട്ടിംഗ് താരം? സിദ്ധാർത്ഥ് ബാബു. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ സുരക്ഷിത കേരളത്തിനു വേണ്ടിയും ഉപവാസം നടത്തിയ കേരള ഗവർണർ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ത്യയിൽ ഡ്രോണുകൾ പറത്തുന്നതിനുള്ള പ്രവർത്തനാനുമതി ഓൺലൈൻ വഴിയാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സജ്ജമാക്കുന്ന പുതിയ വെബ്സൈറ്റ്? ഡിജിറ്റൽ സ്കൈ. ഗോവ സംസ്ഥാനത്തിന്റെ 33ാമത് ഗവർണറായി അധികാരമേറ്റത്? PS ശ്രീധരൻപിള്ള. കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് റേഡിയോ സർവീസ് ഏതാണ്? റേഡിയോ കേരള. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ മത്സരം നിയന്ത്രിക്കാൻ അവസരം ലഭിച്ച മലയാളി അമ്പയർ? ഡോക്ടർ ഫൈൻ സി ദത്തൻ. ലോകസഭയുടെയും രാജ്യസഭയുടെയും പൊതുകാര്യ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന പുതിയ ചാനൽ? സൻസാദ്. 2021 മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത്? പുഗ്ലിയ. 2021 ജൂലൈയിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ? ഡാനിഷ് സിദ്ദിഖി. കേരളത്തിലെ മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസർ? അനുപമ TV. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2020 ലഭിച്ചത്? ഗ്രേസിക്ക്. വാഴ്ത്തപ്പെട്ട പൂച്ച ആരുടെ കൃതിയാണ്? ഗ്രേസിയുടെ. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാള ഭാഷാ വിഭാഗത്തിൽ അർഹനായത്? അബിൻ ജോസഫ്. ഏത് രാജ്യമാണ് ചൈന ഉയർത്തുന്ന ഭീഷണി നേരിടാനായി ഈഗിൾ ആക്ട് പാസാക്കിയത്? അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ ഇൻഡോ അമേരിക്കൻ അസോസിയേറ്റ് അറ്റോർണി ജനറലായത്? വനിത ഗുപ്ത. ചൈനയുടെ ആദ്യ ചൊവ്വ റോവറിന്റെ പേര്? സുരോങ്. ഇന്ത്യയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തിലെ അതിക്രമങ്ങൾ, പൊതു ഇടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങിയവ തടയുക എന്ന ലക്ഷ്യത്തോടെ
കേരള പോലീസ് ആരംഭിച്ച പുതിയ പ്രോജക്റ്റ്. പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ്. ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി 2 MH-60R ഹെലികോപ്റ്ററുകൾ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങുന്നത്? അമേരിക്ക. 2021 74ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പാംഡോർ പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രം? ടിറ്റാൻ. 2021 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ഡയറക്ടേഴ്സ് ഫോർട്ട്നൈറ്റ് വിഭാഗത്തിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച ചിത്രം? എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്. സിറിയയുടെ പ്രസിഡന്റായി 2021 ജൂലൈയിൽ വീണ്ടും അധികാരത്തിലേറിയത്? ബഷാർ അൽ അസദ്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ 400. പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏത് രാജ്യത്തിലെ സൈബർ ഇന്റലിജൻസ് സ്ഥാപനത്തിൻ്റെതാണ്? ഇസ്രയേൽ. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി 3ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത്? ചണ്ഡീഗഡ്. ICARന്റെ 2020 നോർമൻ ബോർലോഗ് ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ കാജൽ ചക്രവർത്തിക്ക്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അങ്കണം പുരസ്കാരം 2021 ജൂലൈയിൽ ലഭിച്ചത്? ഡോക്ടർ KP ശങ്കരന്. കേരളത്തിൽ ആഭ്യന്തര ഇറച്ചിക്കോഴി വിപണിയിലെ 50% സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? കേരള ചിക്കൻ പദ്ധതി. ടെന്നീസിലെ 4 പ്രധാന ഗ്രാൻഡ് സ്ലാമുകൾ 2 തവണ കരസ്ഥമാക്കിയ ആദ്യ താരമെന്ന ഖ്യാതി നേടിയത്? നൊവാക് ജോക്കോവിച്ച്. ഒളിമ്പിക്സ് മുദ്രാവാക്യത്തിൽ പുതിയതായി കൂട്ടിച്ചേർത്ത വാക്ക്? ഒരുമിച്ച്. 2021 ജൂലൈയിൽ സ്വന്തം ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിലൂടെ ബഹിരാകാശ യാത്ര നടത്തിയ ജെഫ് ബെസോസ് ഏത് പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയുടെ സ്ഥാപകനാണ്? ആമസോൺ. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഒലിവർ ഡീമൻ. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? വാലി ഫങ്ക്. പെറുവിന്റെ പുതിയ പ്രസിഡന്റായി 2021 ജൂലൈയിൽ തിരഞ്ഞെടുത്തത്? പെട്രോ കാസ്റ്റിയോ. സമഗ്ര സംഭാവനയ്ക്കുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് 2021 അർഹനായത്?
എസ് സോമനാഥ്. കമ്പ്യൂട്ടർ രംഗത്ത് നിന്നുള്ള നൊബേൽ സമ്മാനം എന്ന് വിശേഷണമുള്ള എ.എം. ട്യൂറിംഗ് അവാർഡ് 2021 നേടിയവർ: ജെഫ്രി ഉൽമാനും ആൽഫ്രഡ് വി അഹോയും. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മക്ലേവ് ട്രെയിനുകളുടെ കന്നിയാത്ര ആരംഭിച്ച രാജ്യം: ചൈന. കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ്? അനുരാഗ് താക്കൂർ. 2032 ഒളിമ്പിക്സിന് വേദിയാകുന്നത്: ബ്രിസ്ബെയിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന ഖ്യാതി നേടുന്ന കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം: വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. എല്ലാ വർഷവും ലോക ചെസ് ദിനമായി ആചരിക്കുന്നത്: ജൂലൈ 20. അഫ്ഗാനിസ്ഥാനിൽ വച്ച് നടന്ന റഷ്യ, US, ചൈന ട്രോയിക്ക പ്ലസ് മീറ്റിലേക്ക് ഇന്ത്യയെ ആദ്യമായി ക്ഷണിച്ച രാജ്യം: റഷ്യ. കലാ ട്രസ്റ്റിന്റെ സാംബശിവൻ മെമ്മോറിയൽ അവാർഡിന് 2021 ജൂലൈയിൽ അർഹനായത്: MK സാനു. 2021 ജൂലൈയിൽ മരണമടഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രായമേറിയ പഠിതാവ് എന്ന ഖ്യാതി നേടിയിരുന്ന വ്യക്തിത്വം: ഭാഗീരഥി അമ്മ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് സ്റ്റീൽ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ആംസ്റ്റർഡാം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയ രാജ്യം: ചൈന. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത്: മീരാഭായ് ചാനു. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ദീപം തെളിയിച്ചത്: നവോമി ഒസാക്ക. ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തത്? ഉത്തർപ്രദേശ്. കാർഗിൽ വിജയ് ദിവസായി ആഘോഷിക്കുന്നത്: ജൂലൈ 26. ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം: മീരാഭായ് ചാനു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കത്തിന്റെ നിർമ്മാണം 2022 മാർച്ചിൽ ആരംഭിക്കുന്നത്: മുംബൈയിൽ. ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത്: ജൂലൈ 26. 2021 ജൂലൈയിൽ രാജിവെച്ച കർണാടക മുഖ്യമന്ത്രി: BS യെദ്യൂരപ്പ. ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ ഖോഡ പട്ടേൽ. 2021 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നിന്ന്
ഒഴിവാക്കിയ നഗരം? ലിവർപൂൾ. 2021 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 കാറോട്ട ജേതാവാരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്നത് എവിടെയാണ്? മധുര റിഫൈനറി, ഉത്തർപ്രദേശിൽ. എഡ്യൂടെക് കമ്പനിയായ ബൈജൂസ് 4470 കോടി മുടക്കി 2021 ജൂലൈയിൽ ഏറ്റെടുത്ത സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആഗോള ബ്രാൻഡ്? ഗ്രേറ്റ് ലേണിംഗ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ജില്ലയായി മാറുന്നത്? മലപ്പുറം. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലിയിൽ 1% സംവരണം കൊടുത്ത സംസ്ഥാനം? കർണാടക. 2021 ജൂലൈയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കി? അനന്യകുമാരി അലക്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഖ്യാതി ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സ്വദേശി? അഭിമന്യു മിശ്ര. സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രവർത്തനം ആരംഭിച്ച കേരള സംസ്ഥാനത്തെ ആദ്യ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ? വൈത്തിരി. 2021 ജൂലൈയിൽ കന്നുകാലി സംരക്ഷണ ബിൽ പാസാക്കിയ സംസ്ഥാനം? അസം. 2021 ജൂലൈയിൽ ജനസംഖ്യാ നിയന്ത്രണ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. കർണാടക മുഖ്യമന്ത്രിയായി 2021 ജൂലൈയിൽ പുതിയതായി ചുമതലയേറ്റത്? ബസവരാജ് ബൊമ്മ. രാജ്യാന്തര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം? ജൂലൈ 29. 2021 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ധോലവീര ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് ബ്രാൻഡ്? കൊക്കോണിക്സ്. 2021 ജൂലൈയിൽ കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ബെഞ്ചമിൻ ബെയ്ലി ചെയർ ആരംഭിച്ചത്? MG സർവകലാശാല. 2021 ജൂലൈയിൽ അന്തരിച്ച വീർഭദ്ര സിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോം?
ഇന്ദ്രജാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗാമിക് ഗാർഡൻ നിലവിൽ വരുന്നത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ കോവിഡ് രോഗികളിൽ ബോൺ ഡെത്ത് എന്ന രോഗം സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം? മഹാരാഷ്ട്ര. 2021 ജൂലൈയിൽ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിതനായത്? ഡോക്ടർ വി വേണു. കേരള സർക്കാരിന്റെ പ്രഥമ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്? ശശികുമാറിന്. തമിഴ്നാട്ടിലെ വിശിഷ്ട വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ തകൈസൽ തമിഴൻ പുരസ്കാരത്തിന് അർഹനായത്? വി എൻ ശങ്കരയ്യ. 2021 ജൂലൈയിൽ മരണമടഞ്ഞ ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസവും അർജുന അവാർഡ് ജേതാവുമായ വ്യക്തി? നന്ദു നടേക്കർ. 2021 ജൂലൈയിൽ കശ്മീരിലെ ഗുൽമാർഗിലെ ഫയറിംഗ് റേഞ്ചിന് ഏത് ബോളിവുഡ് നടിയുടെ പേര് നൽകിയാണ് സൈന്യം ആദരിച്ചത്? വിദ്യാ ബാലന്റെ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നാണയം പുറത്തിറക്കിയ രാജ്യം? ശ്രീലങ്ക. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത്? പാട്ന. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മാർച്ച് പാസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 21ാം സ്ഥാനത്ത്. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി CBSE 3, 5, 8 ക്ലാസുകളിൽ പഠന നിലവാരം വിലയിരുത്താനായി നടപ്പിൽ വരുത്തുന്ന പുതിയ മൂല്യനിർണയ സംവിധാനം? സഫൽ. വാട്സപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ? സന്ദേശ്. ട്വിറ്ററിന് ബദലായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ? കൂ. മൂതാർകുന്നിലെ മൂസല്ലകൾ എന്ന നോവൽ എഴുതിയത്? യാസർ അറാഫാത്ത്. 2021 ജൂലൈയിൽ മിൽമയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്തത്? KS മണി. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ദിവസം? ജൂലൈ 11. ചോദ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.pscpqsonline.com